പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ ഫൈസൽ തങ്ങൾ കാളാവ്, വേദിയിൽ ഉപേക്ഷരായിട്ടുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന മോമിനിങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വസ്തുതകൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരികയാണ്. തുറന്നു തരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർ മൗനം പാലിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാതെ, അതല്ലെങ്കിൽ വസ്തുതകൾ പരിപൂർണമായി പറയാൻ ജനങ്ങളിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയോ ജനങ്ങളിൽ പ്രയാസങ്ങളുണ്ടാക്കുകയോ ഇല്ലാതിരിക്കാൻ വേണ്ടി മൗനം പാലിച്ചപ്പോഴൊക്കെ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകൾ പലപ്പോഴും ആശങ്കപ്പെടാറ്, എന്തിന് നമ്മൾ മൗനം പാലിക്കണം, നമുക്കിത് തുറന്നു പറഞ്ഞുകൂടെ എന്ന്. ഇവിടെ നമുക്ക് അവസരം ഉണ്ടാക്കി തരികയാണ് ചെയ്തത്. വസ്തുതകൾ മനസ്സിലാക്കുവാനുള്ള അവസരം തുറന്നു തന്നതിലുള്ള നന്ദി നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം രൂപീകൃതമായത് തന്നെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്, നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാലം മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത ഉണ്ടാക്കിയ കാലഘട്ടത്തിലുള്ള സാഹചര്യമല്ല പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഓരോ കാലം വരുമ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ സങ്കീർണമായ വിഷയങ്ങളും ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളുമായി വന്നപ്പോഴൊക്കെ വളരെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊക്കെ ഇടപെട്ട ഒരു ചരിത്രമാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ വിധേയാശയങ്ങളോടുള്ള എതിർപ്പായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ നമുക്കറിയാം, സംഘടനയുടെ ആദ്യത്തെ കുറച്ച് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രതിരോധാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മളുണ്ടായിരുന്നത്. വിധേയകളുടെ കടന്നുകയറ്റം പ്രതിരോധിക്കാനുള്ള സമ്മേളനങ്ങൾ, പ്രമേയങ്ങൾ, പ്രസംഗങ്ങൾ. പിന്നീട് മദ്രസ പ്രസ്ഥാനത്തിലേക്ക് നാം കടന്നു, കോളേജുകളുടെ സംവിധാനം വന്നു, ഭൗതികവും ആത്മീയവുമായ സമന്വയ വിദ്യാഭ്യാസം വേണമെന്ന കാഴ്ചപ്പാടിലേക്ക് വന്നു. സത്യത്തിൽ ഇത് പുതിയ കാഴ്ചപ്പാടല്ലല്ലോ. സമന്വയ വിദ്യാഭ്യാസം എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് പുതിയ കാഴ്ചപ്പാടല്ല. മദീന മുനവ്വറയിൽ വെച്ച് ചെയ്തിരുന്ന സംഗതികളാണിതൊക്കെ. അവിടെ സയൻസ് പഠിപ്പിച്ചിരുന്നു, ബയോളജി പഠിപ്പിച്ചിരുന്നു, മാത്തമാറ്റിക്സ് ഉണ്ട്, ജിയോളജി ഉണ്ട്, എല്ലാം പഠിപ്പിച്ചിരുന്നു അവിടെ. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോയ ഒരു സാഹചര്യം വന്നപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരവസ്ഥ വന്നപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചുപോയി. സമസ്തയുടെ കാഴ്ചപ്പാട് നമ്മുടെ നേതാക്കന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സമന്വയ വിദ്യാഭ്യാസം എന്നതിലൂടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുവാനല്ല സമസ്ത ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആത്മീയമായ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൂടുതൽ കൊടുക്കുകയും അതോടൊപ്പം ഭൗതികമായ ആവശ്യങ്ങൾ കൂടി പഠിച്ച് ഈ സമൂഹത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും യോഗ്യരായ ആളുകളെ, പണ്ഡിതന്മാരെ വാർത്തെടുക്കുക. ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും സംശയം പഠിക്കപ്പാണ്, എന്തിനാ ഇത്ര ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്ന്. നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാ, സമസ്തയുടെ ചരിത്രം പഠിച്ചവരാ നമ്മളൊക്കെ. സമസ്തയുടെ ചരിത്രത്തിൽ ഒരു തീരുമാനവും ധൃതി പിടിച്ചെടുത്തിട്ടില്ല.
തബ്ലീഗിന്റെ വിഷയം വന്നപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തി, ഒരുപാട് വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് തീരുമാനം എടുത്തത്. തരീക്കത്തിന്റെ വിഷയം വന്നപ്പോൾ അങ്ങനത്തെ അല്ലല്ലോ ഉണ്ടായത്. ആലുവ തരീക്കത്തിന്റെ വിഷയത്തിൽ 3 വർഷത്തിൽ കൂടുതൽ പഠിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ടല്ലേ തീരുമാനം എടുത്തത്? അന്ന് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിന് മുമ്പിൽ വന്നിട്ട് സിന്ദാബാദ് വിളിച്ചിട്ട് ചരിത്രങ്ങൾക്ക് അറിയില്ലേ? ഓർമ്മയുള്ളവരാണ് ഈ സദസ്സിലൊരധികവും. ഒരുപക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തത് കൊണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ സ്ഥാപനങ്ങൾ മുമ്പിൽ വന്ന് പ്രകടനം നടത്തി ഉസ്താദന്മാർക്കെതിരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതെന്തായാലും സമസ്ത ചെയ്ത് തെറ്റ്? സമസ്ത പറഞ്ഞു ആലുവ തരീക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെയല്ല ഇപ്പോഴും ഉണ്ടായത്. ഒരുപാട് കാലം ചർച്ചകളും ഉപചർച്ചകളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത തീരുമാനിച്ച, മുഷാവറ തീരുമാനിച്ച, സമിതി എടുത്ത, പഠിച്ച പഠന റിപ്പോർട്ട് സമസ്തയിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം വന്നു. സമസ്ത ഇപ്പോഴും നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ മനസ്സാവാച കർമ്മണ സ്വീകരിക്കും തന്നെയല്ലേ സമസ്ത ഇപ്പോഴും പറയണത്. നമ്മുടെ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലേ, 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചില്ലേ, നമ്മുടെ അഭിയന്തരായ പ്രസിഡന്റ് പ്രഖ്യാപിച്ചല്ലോ, തെറ്റുകൾ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദം നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു സാധനം പോന്നിട്ടുണ്ട്. ശപിക്കപ്പെട്ട പിശാച്. അയാൾക്ക് കൂടെ പണിയാണല്ലോ. ആദം നബി അലൈഹി സ്വലാം പരിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തി ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രവാചകനായി വന്നു. ആ പരമ്പര തുടർന്നു പോന്നു. അതിന്റെ കൂടെ വന്ന ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ആർക്കും സംശയം ഉണ്ടോ? അതിന്റെ കൂടെ വന്ന ആളും അതേ പണി ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ ചെയ്യും. അപ്പൊ അവന്റെ ഭാഗത്തേക്ക് പോകുന്ന ആളുകളെ തടയുക എന്നതാണ് നമ്മളെ പണി. നമ്മൾ അതിന്റെ യൂണിയനിലേക്ക് ആളെണ്ണാക്കുള്ള സിലബസ് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആ യൂണിയനിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ വന്ന സാധനത്തിന്റെ കൂടെ പോകുന്ന യൂണിയനിലേക്ക് അല്ലെങ്കിൽ അവന്റെ പട്ടാളത്തിലേക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതിലേക്ക് ആളെ ചേർത്തലോ അതിന് മെമ്പർഷിപ്പ് കൊടുക്കലല്ലോ നമ്മളെ പണി. അത്തരത്തിലെ വ്യതിയാനങ്ങൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സമസ്തയുടെ നയം. അതല്ലേ നമ്മൾ ഉസ്താദ്മാർ ചെയ്തിട്ടുള്ളൂ. അത്രമാത്രം നമ്മൾ ഉസ്താദ്മാർ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ ഇതോടുകൂടി തീർന്നു നമുക്ക് പറയാൻ പറ്റുമോ? നാളെ എന്താ വിഷയം വരും നമുക്ക് പറയാൻ പറ്റില്ല. ശപിക്കപ്പെട്ട പിശാച് അവന്റെ പണികൾ ഖിയാമത്ത് നാൾ വരെ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും വേറെ പ്രതിസന്ധികൾ വരും. അന്നും സമസ്ത തീരുമാനമെടുക്കും. അന്നും കുറച്ചാൾക്കാർ സമസ്തനെ എതിർക്കാനുണ്ടാവും. അപ്പം നമ്മൾ ആരെ കൂടെ നിൽക്കണം നമ്മൾ തീരുമാനിക്കുക. അതുപോലെ മറ്റൊരു വസ്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദജ്ജാൽ വരാൻ പോകണ്ടല്ലോ ഖിയാമത്ത് നാളിൽ അവസാനത്തിൽ. ദജ്ജാലിന്റെ കൂടെയും കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പരമ്പരയിൽപ്പെട്ടവർ അങ്ങനെ ആവാത്തവരാവാനുള്ള കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവണമല്ല. അന്നുള്ള ആൾക്കാർ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടാവണമല്ല. അതിനുള്ള പ്രക്രിയ നേരത്തെ തുടങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ കൂടാനുള്ള ആളുകളുടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കലാണ് സമസ്തയുടെ പണി. അപ്പൊ സമസ്തക്ക് മൂല്യമില്ല, സമസ്തയിൽ വിശ്വാസം നഷ്ടപ്പെടുക, ഉമ്മത്തിന്റെ ഈമാനിന് ഭംഗം വരുത്താനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും നല്ല പണി എന്താ? ഇതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക. ഇതൊരു പണ്ഡിത സംഘടനയാണ്, ഇതൊരു ഇലാഹിയായ സംഘടനയാണെന്നുള്ള വിശ്വാസം ജനങ്ങളിൽ നിന്ന് ഇല്ലാതാക്കുക. അതിനെന്താ മാർഗം? അതിൻ്റെ നേതാക്കന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക, നേതാക്കന്മാരെ പറ്റി പ്രസംഗിക്കുക, നേതാക്കന്മാരെ പറ്റി മോശമായി പ്രചരിപ്പിക്കുക, സംഘടനയെ പറ്റി മോശമായി പ്രചരിപ്പിക്കുക. അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, 3-4 വർഷമായിട്ട് നടക്കുന്നത്. പലരും വ്യാജ പേരിൽ വന്നു, സ്വന്തം പേരിൽ വന്നു. അങ്ങനെയല്ല നടന്നിരുന്നത്.
ഒരു സംഗതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണമെങ്കിൽ അതിനെക്കുറിച്ച് മോശമായി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം ഇല്ലാതാക്കുക. സമസ്തയെക്കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താ വരാൻ പോണത്? സങ്കരയിനാണ്ടാവാൻ പോണ്. അത് ചെയ്താലും കുഴപ്പമില്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല. അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ കുറച്ച് ആളുകളിലൊക്കെ ആ ഒരു ചിന്താഗതി വന്നു. ഇനിയിപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടായാലും കുഴപ്പമില്ല, കുറച്ച് ഇങ്ങോട്ടായാലും കുഴപ്പമില്ല എന്നുള്ളത്. നമ്മൾ 100% സുന്നത്ത് ജമാഅത്തിന്റെ ആശയവുമായി നടന്നിരുന്ന ആളുകളിൽ കുറച്ചൊക്കെ വെള്ളം ചേർത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അവരുടെ മനസ്സ് മാറി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ഇതോടുകൂടി തീർന്നു എന്നല്ല, ഇനിയും വരാം, പുതിയ പ്രതിസന്ധികൾ വരാം. എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കല്ല. അപ്പൊ നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് പറയാനുള്ളത്, തെറ്റുകൾ മനുഷ്യനാണ്, മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി വരണം. ഉസ്താദുമാർ പറഞ്ഞതിൽ തെറ്റില്ല എന്നുള്ളത് മുഷാവറ 40 അംഗ മുഷാവറ കൂടി തീരുമാനിച്ച ഒരൊറ്റ ദിവസം എടുത്ത തീരുമാനമല്ലല്ലോ. ബഹുമാനപ്പെട്ട ബാവുദ്ദീൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആ തീരുമാനം മുഷാവറക്ക് സമർപ്പിച്ചത്. ഒരുപാട് ആലോചിച്ചിട്ടല്ല തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത്. നമ്മളൊക്കെ നാടുകളിൽ എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മസാലയുടെ ഒരു മസാല കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ, മസാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആധികാരികമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ സമീപിക്കുന്ന ആരെയാണ്? സമസ്ത മുഷാവറയാണ് സമീപിക്കുക. സമസ്തക്ക് നമ്മൾ രേഖാമൂലം കൊടുക്കണം. വാക്കാൽ പറഞ്ഞാൽ സ്വീകരിക്കൂല, രേഖാമൂലം എഴുതി കൊടുക്കണം. അത് ചർച്ച ചെയ്ത് രേഖാമൂലം മറുപടി കിട്ടും. അത് പരസ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ പരസ്യപ്പെടുത്തി പറയും. അതല്ല വ്യക്തിപരമായി കൈമാറേണ്ടതാണ്, ആ രീതിയിൽ കൈമാറ്റം ചെയ്യും. അപ്പൊ ഈ സംവിധാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അത് നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോക്ടെയിൽ സുന്നികളായി മാറും ഇനി വരുന്ന തലമുറ. ആ ഒരു സംവിധാനം ഉണ്ടാവാൻ പാടില്ല. നമ്മളെ മക്കൾ നമ്മൾക്കെതിരായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മൾ ഇന്ന് മരണപ്പെട്ടവരൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് എൻ്റെ പ്രഭാഷണമല്ല, എനിക്കറിയാം. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന് ഇഷ്ടപ്പെട്ടൊരു സദസ്സായി കബൂൽ ചെയ്യട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിൽ, കച്ചവടത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത്